Opening hours with MyFin. ഏതായാലും മാർക്കറ്റിൻ്റെ മറ്റു കൂടുതൽ അപ്ഡേറ്റ്സ് അറിയേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ ഹാർനസ് ഫിന്നിലെ ചീഫ് സ്ട്രാറ്റജിസ്റ്റും സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായ അനീഷ് ചന്ദ്ര സാർ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്, നമുക്ക് ഗസ്റ്റിലോട്ട് വരാം. അതിനു മുമ്പ് സാർ, ഇനി നമുക്ക് മാർക്കറ്റിൽ ഇന്ന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പറയാനായിട്ടുണ്ടോ? ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് എന്ത് ന്യൂസ് പറയണമെങ്കിലും അത് റുപ്പിയെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം ഇപ്പോൾ ലാസ്റ്റ് 2-3 ദിവസമായി പുതിയ റെക്കോർഡ് ലോയിലേക്ക് ഡിപ്രീഷിയേറ്റ് ചെയ്ത് റുപ്പി പോകുമ്പോൾ നമ്മൾ റുപ്പി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്കണോമിക് ഡേറ്റ ആയിട്ട് മാറുന്നു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ ഇതൊരു പൊളിറ്റിക്കൽ ഹോട്ട് പൊട്ടറ്റോവും പൊളിറ്റിക്കൽ സബ്ജക്റ്റായിട്ട് മാറും. പാർലമെൻറ്റ് സെഷനും കൂടെ നടക്കുന്ന സ്ഥിതിക്ക് ഓപ്പോസിഷൻ വിൽ കം ഹാർഡ് അഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ് എന്നുള്ള രീതിയിലേക്കാണ് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് അറിഞ്ഞു വെക്കണം എന്നുള്ളതാണ് എന്താ പറയുക ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചുള്ള കാര്യം. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ പല കാര്യങ്ങളും ഡെയിലി ന്യൂസായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ആ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കാര്യങ്ങളും ആയിരിക്കില്ല. നമ്മളിപ്പം US ട്രേഡ് ഡീലായാലും ശരി, റുപ്പിയുടെ കാര്യമായാലും ശരി, മറ്റുള്ള മാക്രോ എക്കണോമിക് ഡീറ്റെയിൽസും ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ആണെങ്കിലും ശരി, ഒരു കാര്യമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് ശ്രദ്ധിക്കേണ്ട കാര്യം കോർപ്പറേറ്റ് ഏർണിങ്സ് ആണ് എന്നുള്ളതാണ്. കോർപ്പറേറ്റ് ഏർണിങ്സ് തിരിഞ്ഞു വന്നാൽ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു റേറ്റിംഗ് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അനീഷ് റെഡി ആയെന്നുണ്ടെങ്കിൽ PCR ഇൻഫർമേഷൻ വരുന്നത് ടെക്നിക്കൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. അനീഷ് സാർ കേൾക്കാമോ? സാർ, നമുക്ക് ആദ്യം നിഫ്റ്റി 50യുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നിഫ്റ്റി 50 പോസിറ്റീവായിട്ടൊക്കെ ഒരു ട്രേഡിംഗ് തുടങ്ങിയെങ്കിൽ കൂടി ഇപ്പോഴൊരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലോട്ട് മാറിയിട്ടുണ്ട്. 25,839 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇന്ന് പോസിറ്റീവാണ് തുടങ്ങിയതെങ്കിൽ പോലും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരു സസ്റ്റൈനബിലിറ്റി ഇഷ്യൂ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെയധികം ഒരു ടൈറ്റ് ഫൈറ്റ് ആണ്. നമ്മൾ സാധാരണയൊക്കെ പറയുന്നത് പോലെ അല്ല ടൈറ്റ് ഫൈറ്റ് ബിറ്റ്വീൻ ബുൾസ് ആൻഡ് വിയർ ആണ് കാണുന്നത്. കാരണം PSU ബാങ്ക്സിന് നമ്മുടെ നിഫ്റ്റിയെ പിടിച്ചു നിർത്താനുള്ള ഒരു സ്ട്രെങ്ത് ആണ് ഇപ്പോൾ കാണുന്നത്. അവര് കുറച്ച് താഴോട്ട് പോവുകയും PSU ബാങ്ക് വീണ്ടും അതിനെ മുകളിലോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പൊ ആ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആണ് ഇപ്പൊ നടക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു 26,000 മേളിൽ ഒരു സസ്റ്റൈനബിലിറ്റിയുടെ ഇഷ്യൂ നമ്മൾ കാണുന്നുണ്ട്. സോ ഇന്നത്തെ ട്രേഡിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ താഴോട്ട് വരാനായിരിക്കും നിഫ്റ്റി ശ്രമിക്കാനാണ്. കാരണം എല്ലാ ഇൻഡെക്സിലും നമ്മുടെ PSU ബാങ്ക്സ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം തന്നെ താഴോട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അതേ സെയിം ടൈം ഈ PSU ബാങ്ക് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകൾ സപ്പോർട്ട് കിട്ടിയാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രേഡില് നമുക്ക് PSU ബാങ്ക്സിൽ അല്ലെങ്കിൽ ബാങ്ക് ഇൻഡെക്സിൽ കുറച്ച് ശക്തമായിട്ടുള്ള മുന്നേറ്റം പ്രതീക്ഷിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ നിഫ്റ്റി തീർച്ചയായിട്ടും വീണ്ടും ഒരു 26,000 അടുത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇവിടെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ്സ് നിൽക്കുന്നത് ഈ 25,700 എന്നുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. ആ ഒരു സപ്പോർട്ട് ലെവൽ വളരെ ക്രൂഷ്യലായിട്ട് നമ്മൾ വാച്ച് ചെയ്യണം. ആ ഒരു ലെവലിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും റിക്കവറി ഉണ്ടോ ഇല്ല എന്നുള്ളത് ആണ് നെക്സ്റ്റ് ചെക്കിംഗ് പോയിന്റ് ആയിട്ട് വെക്കേണ്ടത്. സാറിന് ഈ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 58,942 എന്നൊരു നിലയിൽ നമുക്കിന്ന് കാണുന്നത് ഇടിവെന്ന് പറയുന്നത് 92 പോയിന്റിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? അത് എക്സ്പെക്ട് ഞാൻ ഈ കണ്ടിന്യൂഷൻ ആയിട്ട് പറയട്ടെ, ഈ PSU ബാങ്ക്സിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം വരാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ള ബാങ്കുകൾ കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ഹാഫിൽ നമുക്കൊരു നല്ലൊരു റിക്കവറി പ്രതീക്ഷിക്കാം. ബട്ട് അതിന് മുമ്പ് തന്നെ നല്ലൊരു ഫൈറ്റാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. കുറച്ച് താഴോട്ട് പോകുന്നുണ്ട്, വീണ്ടും അവര് റിക്കവറി ചെയ്ത് നമ്മുടെ നിഫ്റ്റിയിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബട്ട് 58,000 വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. അതിന്റെ അടുത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു പുൾ ബാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഞാനൊരു വളരെ ശുഭപ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു റിക്കവറി ഉണ്ടാവാനുള്ള സാധ്യതയാണ് സെക്കൻഡ് ഹാഫിൽ ഇപ്പോഴത്തെ നിലയിൽ കാണുന്നത്. വേറെ പുതിയ ന്യൂസുകളോ ഒന്നും വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് പതിയെ മുന്നോട്ട് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഗുഡ് മോർണിംഗ് അനീഷ്. മോർണിംഗ് അനീഷ്, 2-3 ചാർട്ടുകൾ അനീഷ് ഒന്ന് നോക്കണം. ഒന്നെന്ന് പറയുന്നത് ഈ ക്രൂഡിൻ്റെ അപ്സ്ട്രീം കമ്പനീസ്. അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും 2 സ്റ്റോക്ക് എടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ ONGC അല്ലെങ്കിൽ ഓയിൽ ഇന്ത്യ, അത് ഒരു സൈഡിൽ. മറ്റേ വശത്ത് ഈ ഡൗൺ സ്ട്രീം കമ്പനികളായ
HPCL, BPCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. അതായത് നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് അനീഷ് ചാർട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ക്രൂഡ് 2021 ലെവലിലേക്ക് താഴെ പോവുക എന്ന് പറഞ്ഞാൽ അറിയാലോ, വളരെ ഇമ്പോർട്ടൻറ്റും സിഗ്നിഫിക്കൻ്റും ആയിട്ടുള്ള ക്യൂ ആണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. ഇതിനകത്ത് ഇന്ത്യയാണ്, അതായത് ഇന്ത്യ വളരെ വലിയ ബെനിഫിഷ്യറിയാണ് ലോവർ ക്രൂഡ് പ്രൈസസിൻ്റെ കാര്യം. നമ്മുടെ 80 to 85% ഓഫ് ക്രൂഡ് റിക്വയർമെൻറ്റും നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലോവർ ക്രൂഡ് പ്രൈസസ് ഈസ് ഗുഡ് ഫോർ ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ ബിസിനസ്സസ് ആൻഡ് ഇന്ത്യൻ കൺസ്യൂമർ എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് ഇന്ത്യൻ കറൻസിക്കും അത് വലിയൊരു സപ്പോർട്ടായിട്ട് വരും. കാര്യം നമ്മൾ കുറച്ച് ഈ പറയുന്ന പോലെ കുറച്ച് പൈസ കൊടുത്താൽ മതി എന്നുള്ളതാണ് നമുക്ക് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ 2 ചാർട്ടും എങ്ങനെയാണ് അപ്സ്ട്രീം കമ്പനിയായ ONGC അല്ലെങ്കിൽ ഓയിൽ ഇന്ത്യ പെർഫോം ചെയ്യുന്നത്. കാര്യം അവർക്ക് പൊതുവേ ഇത് നെഗറ്റീവായിട്ട് വരും. എന്നാൽ ഡൗൺ സ്ട്രീം കമ്പനികളായ HPCLനും BPCLനും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഈ പറയുന്ന പോലെ ബെനിഫിറ്റ് ആയിട്ട് വരണം എന്നുള്ളതാണ്. ബട്ട് ഞാൻ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ഫണ്ടമെൻ്റലി ഒന്ന് പറഞ്ഞോട്ടെ. ചിലപ്പോൾ ഇങ്ങനെ സസ്റ്റെയിൻഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ഓയിൽ പ്രൈസിൽ ഒരു കട്ട് കൊണ്ടുവരാനും ചിലപ്പോൾ ഗവൺമെൻറ് മടിക്കില്ല കൺസംഷൻ ഡ്രൈവ് ചെയ്യാനായിട്ട് എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ എവിടെയോ പുറകിലൊന്ന് പറയുന്നു എന്ന് മാത്രം. ഒന്ന് ചാർട്ടിലേക്ക് വരാം. മനീഷ് ഒന്ന് നോക്കി പറയൂ. തീർച്ചയായിട്ടും ഞാനും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഒരു നെക്സ്റ്റ് ഇയറിൽ ഒരു ഇയർലി ഇത് വരുമ്പോഴേക്കും ഒരു നെക്സ്റ്റ് ഇയറിലെ ഫെബ്രുവരിയോട് കൂടിയൊക്കെ ചിലപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു കട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് ഈ ചാർട്ടിലൊക്കെ നമുക്ക് വളരെ സ്ഥിരമായിട്ട് ഞാൻ ഈ OMCയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ BPCL, IOC പോലുള്ള കമ്പനികളിൽ ഞാൻ ഇപ്പോഴത്തെ ലെവലിൽ ചാർട്ടിൽ വളരെ പോസിറ്റീവാണ്. ഈ പോസിറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബട്ട് അവിടെയും ഗവൺമെന്റ് ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കൺസംഷന്റെ ഡ്രൈവാണ് ഇപ്പൊ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് സഹായകരമാകുന്ന രീതിയിൽ കൂടുതൽ ഒരു ലോജിസ്റ്റിക്സിലേക്ക് പുഷ് വരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു അത് കുറച്ച് കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ആഫ്റ്റർ ജനുവരി, ഈവൻ ഒരു ഫെബ്രുവരി നിയർലി ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ബട്ട് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ മാത്രമാണ്. ഇപ്പൊ അതിന് മുമ്പ് വരാം. ബട്ട് ചാർട്ടിൽ OMC കമ്പനികളെല്ലാം തന്നെ പോസിറ്റീവാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഫണ്ടമെന്റലി വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല എങ്കിൽ പോലും ONGC അതേപോലെ ഓയിൽ ഇന്ത്യ എല്ലാം തന്നെ നെഗറ്റീവ് ഒരു സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബട്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു വലിയൊരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ONGC പോലുള്ള. കാരണം ഈ ഏകദേശം 1-1.5 വർഷത്തോളമായിട്ട് ഈ ഒരു ലെവലിൽ തന്നെയാണ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. താഴോട്ട് പോകുന്നില്ല. ബട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 280 ആൻഡ് 220 ഈ ഒരു ലെവലിലാണ് ഈ കൺസോൾട്ടേഷൻ നടക്കുന്നത്. അപ്പൊ അത് കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു ബേസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് വരാൻ പോകുന്ന അടുത്ത മൂവ്മെന്റിന് മുന്നോടിയായിട്ടുള്ള ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ആണ് ഇപ്പൊ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു അതില് വളരെയധികം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാർ ഓൾറെഡി PSU ബാങ്കിൻ്റെ ചില കാര്യങ്ങൾ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നല്ലോ. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ സെക്ടറൽ പെർഫോമൻസ് എടുക്കുമ്പോൾ ഇന്ന് ഒട്ടുമിക്ക സെക്ടറുകളും ഇടിവ് രേഖപ്പെടുത്തുമ്പോഴും PSU ബാങ്കിൻ്റെ ഒരു പ്രകടനം നോക്കുമ്പോൾ 1% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. 8309 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു PSU ബാങ്ക് ഇൻഡെക്സിൽ താങ്കളുടെ പ്രതീക്ഷ എന്താണ്? ഞാൻ PSU ബാങ്കിൽ പോസിറ്റീവാണ്. അതിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചർച്ച ചെയ്ത്, പ്രത്യേകിച്ച് സൂര്യ സാർ വളരെ വ്യക്തമായിട്ട് അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഞാൻ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവാണ്. PSU ഇൻഡെക്സിൽ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻട്രാഡേ തന്നെ എനിക്ക് റിക്കവറിയുടെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഈ ചാർട്ടിലായിരുന്നാലും അതിന്റെ പാറ്റേൺസിലായിരുന്നാലും ഫോം ചെയ്തു വരുന്നത്. അപ്പോൾ ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസം വെരി നെക്സ്റ്റ് ഡേ നമുക്കൊരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. പ്രത്യേകിച്ച് PSU ബാങ്ക്സിലെ പുതിയൊരു ലെവലിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്ഡേറ്റ്സ് പങ്കുവച്ചതിന് താങ്ക് യു സോ മച്ച്. Opening hours with MyFin.